അതെ, ഈ ബാംഗ്ലൂരിൽ പുതിയതായിട്ട് വീടെടുക്കാൻ വരുന്നവരോട് ഒരു കാര്യം പറയട്ടെ. വീടെടുക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന ടെറസിൽ വന്നിട്ട് വീടെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു ഉത്തരവാദിത്വം എടുക്കത്തില്ല. അതായത് ഈ വീട്ടുകാർ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കത്തില്ല. നമ്മൾ ഇവരോട് പോയിട്ട് വെള്ളമാണ്, വീട്ടിലോട്ട് വെള്ളം കയറുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കത്തില്ല. അവരവരുടെ അടുത്ത് പറയാൻ പോകുന്ന വർത്തമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളല്ലേ താമസിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. ഈ 3 വർഷമായിട്ട് ഈ മഴ വരുന്ന സമയത്ത്, അതായത് ചെറിയ മഴ വന്നാൽ പോലും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് നിങ്ങൾ ഈ കാണുന്നത്. ഈ വെള്ളം ഇതുപോലെ വീടിൻ്റെ അകത്തോട്ട് കയറുക, പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുക. ഇവരോട് പറയുമ്പം അവിടെ കിടക്കുന്ന ആ ഒരു ഹോള് കണ്ടോ, അതിൻ്റെ അകത്തൂടെ വെള്ളം പുറത്തോട്ട് പോകത്തില്ല. അതിപ്പം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഹോളിലൂടെ വെള്ളം പുറത്തോട്ട് പോകത്തില്ല. പിന്നെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഇതുപോലുള്ള ഹോള്, ഈ ഹോളിൽ കൂടെ ആകെ കുറച്ച് വെള്ളം പോകത്തുള്ളൂ. അതിപ്പോൾ നല്ല ഒഴുക്കിൽ അവിടെ നിന്ന് വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ചൂലും ഇതൊക്കെ എടുത്ത് ഈ സ്റ്റെപ്പ് വഴി വെള്ളം താഴോട്ട് ഒഴുക്കി വിടേണ്ട അവസ്ഥയാണ്. അതിപ്പോൾ രാത്രിയാണേലും ശരി, പകലാണേലും ശരി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് താഴത്തെ ഫ്ലോറിൽ മൊത്തം വെള്ളം കയറും. ഇതൊന്നും ഈ വീട്ടുകാർക്കൊരു പ്രശ്നമേ അല്ല. അവർക്ക് മാസാമാസം പൈസ കിട്ടുന്നുണ്ടോ അതറിഞ്ഞാൽ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കഴിഞ്ഞാലും അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. സോ ഇങ്ങനെ ബാംഗ്ലൂർ ടെറസിൽ വല്ല വീടും എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാരണം വീടെടുക്കരുത്. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് രാവിലെ ആണെങ്കിലും പ്രശ്നമാണ്, നട്ടപ്പാരാത്രിക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ മഴ വന്നാലും പ്രശ്നമാണ്. നമ്മൾ തന്നെ ഇറങ്ങി, നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത്, നമ്മൾ തന്നെ വൃത്തിയാക്കി ഇങ്ങനെ ഇരിക്കണം. നട്ടപ്പാരാത്രിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും. വേണമെങ്കിൽ രാത്രിയിലുള്ള വീട് ഞാൻ രാത്രി മഴ വരുന്ന സമയത്ത് എടുത്ത് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. ഇപ്പം നമ്മളിത് പറയുമ്പം ചില ആൾക്കാർക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇതെടുത്ത് പൈസ കൊടുത്ത് ക്ലീൻ ചെയ്തുകൂടെ, അല്ലെങ്കിൽ പൈസ എടുത്ത് പണിയെടുത്തുകൂടെ എന്നുള്ളത്. എത്ര പണി നമ്മൾ എടുക്കാൻ നോക്കണം. നമ്മൾ താഴെ പോയിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പം അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊട്ട് എടുക്കത്തുമില്ല, ബാക്കിയുള്ള ആൾക്കാരൊട്ട് എടുക്കാൻ സമ്മതിക്കത്തുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരുടെ സംസാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലേ, ഇറങ്ങിപ്പോക്കോ. ഇതാണ് ഇവരുടെ സംസാരം. നമ്മളിവിടെ പെടുത്തിയതാണ് എന്ന് പറയുന്നതാണ് ശരി. കാരണം നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവർ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളിവിടെ വീടെടുക്കത്തില്ല. അതവർക്കറിയാവുന്നതുകൊണ്ട് അവർ ആ കാര്യം നമ്മളോട് പറഞ്ഞുമില്ല. നമ്മളിവിടെ താമസത്തിന് കയറി എപ്പോഴാ 3 മാസമോ അല്ല, നമ്മളിവിടെ താമസത്തിന് കയറി എത്ര മാസം കഴിഞ്ഞിട്ട് ഇതറിഞ്ഞ്? 4-5 മാസം കഴിഞ്ഞപ്പോൾ ആണ് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മളും അറിയത്തില്ലായിരുന്നു. ആൾക്കാരെ പറ്റിക്കാനുണ്ടല്ലോ, ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര മിടുക്കാണെന്ന് മനസ്സിലാക്കിക്കോ. മാസം പൈസ കൂട്ടുന്നു എന്ന് വന്ന് പറയാൻ അവർക്ക് ഭയങ്കര മിടുക്കാണ്. അല്ലാതെ ഇവരെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ശരിയാണ്.